നമ്മുടെ തക്കുമ്മ ഇതാ രാവിലെ എത്തി. പിന്നെ എന്നെ കടയിൽ ഞാൻ ഉമ്മാൻ്റെ അടുത്ത് പണിയെടുത്തോണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ചിക്കു പറയാണ് ഉമ്മ ഈ തക്കുടു ബാക്കിൽ വന്ന് നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ തക്കുടുവിനെ നോക്കി വിളിക്കുകയാണ്. പക്ഷെ എന്താണെന്ന് അറിയില്ല, അവൾ കടയിലേക്ക് വരണില്ല. അവൾ കടയിൽ എല്ലാ ബന്ധവും ഒഴിവാക്കിയ സീന് പോലെയാണ് കടയിലത്തെ. അപ്പോൾ കടയിലേക്ക് വരണില്ല. തിന്നാൻ കാണിച്ചിട്ട് വിളിച്ചിട്ട് പോലും വരണില്ല. അവസാനം ഞാൻ അവൾക്ക് ഏറ്റവും ഇഷ്ടമാണ് കേട്ടോ ഉരുളക്കിഴങ്ങിൻ്റെ മസാല ആക്കി വെക്കണത്തെ ഉരുളക്കിഴങ്ങ്. അപ്പോൾ ഞാൻ അതെടുത്ത് കൊടുത്തപ്പോൾ വേഗം വന്നു, അത് മേടിച്ചു പോയി. പിന്നെ വന്നേയില്ല. പിന്നെ നോക്കുമ്പോണ്ട് കാണാനില്ല എന്ന് പറഞ്ഞിട്ട് കടയിലത്തെ കുറച്ച് തിരക്കൊക്കെ ഒതുങ്ങിയപ്പോഴാണ് വീട്ടിൽ വന്ന് നോക്കുമ്പോണ്ട് നമ്മുടെ ലവ് ബേഡ്സിൻ്റെ കൂട്ടിൻ്റെ മുകളിൽ നിൽക്കുകയാണ്. അപ്പോൾ എനിക്ക് ഒരു കാര്യം മനസ്സിലായത് എന്താ അറിയോ, എൻ്റെ തക്കുടുവിനെ എന്നെ കണ്ടില്ലെങ്കിൽ ഈ വീടിൻ്റെ പരിസരത്ത് അവൾ ഉണ്ടാവില്ല, അവൾ പോയിരിക്കും. ഞാനിപ്പോൾ ഇവിടെ വരുന്നത് കാരണം തന്നെ അവൾക്ക് വേണ്ടി ഒരുപാട് സമയം ഇപ്പോൾ മുറ്റത്ത് ചിലവഴിക്കാൻ കേട്ടോ. കാരണം എന്നെ കാണാത്തത് കൊണ്ടാണ് അവളിപ്പോൾ ഇവിടെ അധികം വരാണ്ടാവണത് ഓരോ ദിവസങ്ങളിൽ. ഇപ്പോൾ എന്നെ കിട്ടുമ്പോൾ അവൾ എന്നും വരാനും എൻ്റെ കൂടെ തന്നെ ഇവിടെ ചിലവഴിക്കാനും ഒക്കെ സമയം കിട്ടുന്നുണ്ട്. അപ്പോൾ എന്തിനാ ഞാനായിട്ട് ഇല്ലാണ്ടാക്കണത്? അപ്പോൾ അതുകൊണ്ട് കിട്ടുന്ന ചാൻസ് സത്യം എൻ്റെ തക്കുടുവിൻ്റെ കൂടെ ഇരിക്കുമ്പോൾ ഒരു പോസിറ്റീവ് എനർജിയാണ് കേട്ടോ. വിഷമങ്ങളൊക്കെ മറക്കും, സന്തോഷമാവും. അവളുടെ വികൃതികളും ഓരോ കാര്യങ്ങളും നമുക്ക് വീട്ടിൽ ഓടി നടന്ന് കളിക്കലാണ് എൻ്റെ തക്കുടിൻ്റെ പണി. ഇപ്പോൾ ഈ പോണത് വേറെ എന്തിനുമല്ല, നമ്മുടെ വാവ അപ്പുറത്ത് കിടക്കുന്നുണ്ട്. വാവൻ്റെ വാലപ്പുറത്തുണ്ട്, അതിൽ പിടിച്ച് വലിക്കാനുള്ള അടവിറക്കുകയാണ്. തക്കുടു ഇങ്ങോട്ട് വാ, വാവ ഇങ്ങോട്ട് വാ, വാവ വാടി. ഇപ്പോൾ നോക്കിക്കോ, വാവ ഓടും തക്കുട് വാലിൽ പിടിച്ച് വലിച്ചിട്ട്. മെല്ലെ അടവിറക്കിയിട്ട് വാവൻ്റെ വാലിൽ പിടിക്കാൻ പോയിരിക്കുകയാണ്. നോക്ക് ദാദാ ഇറങ്ങി, താഴെ ഇറങ്ങി. ഇപ്പോൾ വാവ ഓടി വരും, നോക്കിക്കോ, വാവ ഇപ്പോൾ ഓടി വരും. വാവേ വേഗം തക്കുട് വന്നോ, കൊത്തി എന്താ ഓടി വന്നു. തക്കുട് ഇപ്പോൾ പിന്നാലെ വരും കേട്ടോ. ഇനിയിപ്പോൾ അവിടെ നിന്നൊരു കാര്യമില്ലല്ലോ, വാവ ഇവിടെ എത്തിയിട്ടുണ്ട്. ഇപ്പോൾ വരണം, നോക്കിക്കോ. തക്കുമ്മ ഇവിടെ വന്നേ. ആ ചെടീൻ്റെ ഇടയിൽ പോയിട്ട് ഇനിയിപ്പോൾ അവിടെ വേറെ പൂച്ചക്കുട്ടികളുണ്ട്, അതിനെന്തെങ്കിലും കാണിക്കാൻ പോവാണോ എന്നൊരു സംശയം. വാവ ഒളിഞ്ഞിരുന്ന് നോക്കാൻ പോണം. നോക്ക് വാവേ, അടുത്ത് പോയാൽ അതിൻ്റെ നിന്ന് കിട്ടും. നോക്കുന്നുണ്ട് തക്കുട് നോക്കുന്നുണ്ട്. ഇതാ വരണം പോക്കിരി, പോക്കിരി തക്കുട് ഒളിപ്പിച്ച് വെക്കാൻ പോകണം കേട്ടോ. ആ കല്ലിൻ്റെ മറവിൽ ഒളിപ്പിച്ച് വെച്ചാൽ ആരും കാണൂല. എൻ്റെ തക്കുട് ഫസ്റ്റ് മുതൽ ഒളിപ്പിച്ച് വെക്കുന്നൊരു സ്ഥലമാണ് കേട്ടോ. എന്തെങ്കിലും എടുത്തുകൊണ്ട് വന്നിട്ട് ആ കല്ലിൻ്റെ അടിയിൽ വെക്കും, ആ കല്ലിൻ്റെ സൈഡ്. എന്നിട്ട് വേറെ ഇലയോ എന്തെങ്കിലും കിട്ടുകയാണെങ്കിൽ ആ ഇല എടുത്തിട്ട് അതിൻ്റെ അടി കൊണ്ടിരിക്കും. നോക്ക്, തക്കുടുവിനെ കണ്ടത് ആ പൂച്ച ഓടിയ വഴി അറിഞ്ഞില്ല. ചിക്കു ഉള്ളിക്ക് ഓടിക്കും, അല്ലെങ്കിൽ തക്കുടുവിന് ഇപ്പോൾ കിട്ടും. പൂച്ചനെ ഓടിച്ചാ കൊത്തി ഓടിച്ചാ അഞ്ഞുമ്മാൻ്റെ കയ്യിൽ കയറി നിൽക്കുക. വേണ്ട ഡാൻസ് വേണ്ട, ബ്രേക്ക് ഡാൻസ് ഒന്നും ഇവിടെ വേണ്ട. ഇവിടെ അലൗഡ് അല്ല ബ്രേക്ക് ഡാൻസ്. ഉമ്മാൻ്റെ മുടി പിടിച്ച് വരയ്ക്കുക. മുടിയിൽ എന്താ ഉള്ളത്? തല നോക്കണ്ട ചിക്കോ, ഉമ്മാൻ്റെ തല നോക്കണ്ട, കയ്യിൽ കൊത്ത് കിട്ടും. ഉമ്മാൻ്റെ തല തൊടണ്ട, തക്കുടിൻ്റെ കൊത്ത് കിട്ടും. ലക്കു അമ്മച്ചിൻ്റെ തലയല്ലേ, തൊട്ട് നോക്ക്, അപ്പം വിവരം അറിയും. നോക്കണ്ട് തക്കട് നോക്കിട്ട് കിട്ടും. ഉമ്മച്ചിനെ പിടിച്ചാൽ കിട്ടും, പറഞ്ഞു ഞാൻ. വേണ്ട വാ തങ്കു, വേണ്ട അത് സാരല്ല അല്ലേ. ഉമ്മാൻ്റെ തലയിൽ തൊട്ട വിവരം അറിയില്ല കുമ്മ. എൻ്റെ കയ്യിൽ അങ്ങനെ മൊത്തം കറിയാണ് കേട്ടോ. രാവിലെ മുതൽ കടയിൽ സവാളയൊക്കെ തൊലിച്ചു കൊടുത്തതിൻ്റെ കറ കയ്യിൽ നിന്ന് പോണില്ല കേട്ടോ. കല്ലിലിട്ട് തേച്ച് ഉരച്ചിട്ടൊന്നും പോണില്ല, കൈ മൊത്തം കറിയാം. ഇനി തിരുമ്പലൊക്കെ കഴിയുമ്പോൾ തന്നെ പോവും. ഇല്ലാക്കുമ്മ വേണ്ട തെക്ക വേണ്ട ബ്രേക്ക് ഡാൻസ്. അങ്കു നമ്മുടെ തക്കുടു വന്ന് 1 മാസം പോയപ്പോൾ എന്താണൊരു വിഷമം എന്ന് വെച്ചാൽ, എന്തായി, എന്തെങ്കിലും പറ്റിയോ, ഇത്രയും വളർത്തി വലുതാക്കി വിട്ട കുട്ടിയാണ് നമ്മുടെ, എന്തെങ്കിലും പറ്റിയതാണോ എൻ്റെ കുട്ടിക്ക് എന്നൊക്കെ അറിയാത്തതായിരുന്നു. ഒരുപാട് സങ്കടം. തിന്നാൻ കൊടുന്ന് കണ്ടിട്ടാണ് അവൾ വന്നത്. ചിക്കൻ കിട്ടിയത് തക്കുടുവിന്. അമ്മക്ക് തരുമോ ഒത്തിരി? തക്കുടുവേ. പിന്നെ തിരിച്ച് വന്നപ്പോൾ ഭയങ്കര സന്തോഷം, പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സന്തോഷം. എന്താ വെച്ചാൽ പ്രതീക്ഷിക്കാതെ
ഒരു കാക്ക വന്നിട്ട് തോളത്തിരിക്കുകയാണ്. എൻ്റെ തക്കുട് 1 മാസമായി പോയിട്ട്, വരുമോ ഇല്ലേന്നൊന്നും ഉറപ്പില്ല. വിഷമമാണെങ്കിലും അങ്ങേയറ്റത്തെ വിഷമമുണ്ട്. പക്ഷേ എന്താ ചെയ്യുക, കൊച്ചുള്ളത് കൊണ്ട് അതിങ്ങനെ മാനേജ് ചെയ്ത് പോയി. അപ്പോൾ തക്കുട് പോയ ദിവസങ്ങളിലാണ് കൊച്ചു എൻ്റെ അടുത്ത് കൂടുതൽ ഇണങ്ങി. നമ്മുടെ തക്കുട് കയ്യിൽ പറന്ന് കയറി വരുന്ന പോലെയൊക്കെ നമ്മുടെ കൊച്ചും വരാൻ തുടങ്ങിയിട്ടാണ്. കൊച്ചുവിനെ എനിക്ക് വല്ലാണ്ട് മിസ് ചെയ്യുന്നുണ്ട്. ഓരോ വീഡിയോസിൽ കമൻറ്റ് വരുമ്പോഴും എൻ്റെ കണ്ണിൽ നിന്ന് ഇങ്ങനെ വെള്ളം വരും കേട്ടോ. സ്നേഹിക്കാൻ അറിയുള്ളൂ, അതുകൊണ്ട് പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. നമുക്ക് നഷ്ടങ്ങളെന്നും വേദന തന്നെയല്ലേ. പിന്നെ അത് കഴിഞ്ഞ് അപ്പത്തിന് എൻ്റെ തക്കുട് ഇതങ്ങനെ വന്ന്, തക്കുമ്മ വേണ്ട, പൂച്ച ഉള്ളിലുണ്ട്, പോണ്ട. ഞങ്ങളിങ്ങനെ ഈ മുമ്പർത്തിരുന്ന് കഴിഞ്ഞാൽ, വണ്ടിയിലിരുന്ന് കഴിഞ്ഞാൽ എൻ്റെ തക്കുടിന് ഓടി വന്ന് കയ്യിൽ നിൽക്കണം. ഇത് അവളുടെ ഇഷ്ടമാണ്. കൈ ചെറി തുടയ്ക്കുക. ഇല്ല തങ്കോ, അവൾക്ക് വേണ്ടി മാത്രം ഞാനിവിടെ മുൻവശത്ത് വന്നിരിക്കുക. നല്ല ചൂടാണ്. ഇപ്പം ഞാനിരിക്കണോണ്ടില്ലേ, വൈകുന്നേരം 5 മണിയായാലും എൻ്റെ തക്കുട് ഇപ്പോൾ വീട്ടിൽ നിന്ന് പോണില്ല. അതേപോലെ നമ്മുടെ ചിക്കുവിനെയൊക്കെ ഇപ്പോൾ ഓടിക്കുകയാണ്. പരിസരത്ത് കൂടെ പോലും വരാനായിക്കില്ല, എന്നെ തൊടാൻ പോലും സമ്മതിക്കില്ല. അല്ലക്കു നോക്ക് ചിക്കു വരുന്നുണ്ട്. പേടിപ്പെടുത്തണ്ട. അത് കൊണ്ടുവന്ന് തക്കുട്